വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമലയുടെ കുട്ടികളെ ഇനി കലോത്സവത്തിലെ നാടകവേദിയിൽ കാണാം. ഉരുൾപൊട്ടൽ ദുരന്തത്തെ കീഴടക്കിയ ഒരു നാടിന്റെ അതിജീവനത്തിന്റെ കഥയുമായാണ് വെള്ളാർമലയുടെ കുട്ടികൾ എത്തുന്നത്. ടാഗോർ തിയേറ്ററിൽ നാളെ നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തെ കാത്തിരിക്കുകയാണ് നാടകപ്രേമികൾ. ആ റിപ്പോർട്ടിലേക്ക്. നാടകമെന്നാൽ നാടിൻ്റെ അകമാണ്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായൊരു നാടിൻ്റെ അകമാണ് വെള്ളാർമലയുടെ കുട്ടികളും പറയാൻ പോകുന്നത്. സ്വന്തം നാടിൻ്റെ ഹൃദയം പിളർന്ന് കാണിക്കുന്ന ജീവിതം തന്നെയാണ് അവർക്ക് നാടകം. ഉദ്ഘാടന ദിനത്തിൽ വെള്ളരിമലയുടെ ചുവട് വെച്ച് നൃത്തം ചെയ്ത വെള്ളാർമല സ്കൂളിൻ്റെ കുട്ടികളെ ഇനി നമുക്ക് നാടകാരങ്ങിൽ കാണാം. മക്കളെ, ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ആദ്യമായിട്ടല്ലടാ സംഭവിക്കുന്നത്. അതെല്ലാം അതിജീവിച്ചവരല്ലേ നമ്മൾ ഈ മനുഷ്യർ, അല്ലേ? പറ്റണം, അതിനെ പറ്റിയെടുക്കാതെ. ഒരു ദുരന്ത നാടകം കൺമുന്നിൽ കണ്ടവർ അരങ്ങിലും അതിജീവനത്തിന്റെ വിസ്മയം വിരിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അഭിനയകലയിലൂടെ അവർ ചേർത്തുപിടിക്കുന്നത് സ്നേഹം പകർന്ന ആശ്വസിപ്പിച്ച മനുഷ്യരെയാണ്. നാടകത്തിലൂടെ നാടകത്തെക്കാൾ വലിയ ജീവിതകഥയാണ് അവർ പറയാൻ പോകുന്നതും. 2024 ഞങ്ങളെ ചൂരൽമല ദുരന്തം ഞങ്ങളെ അതിജീവനമാണ് ഞങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും. ഞങ്ങൾ അതിജീവിച്ചു വരും. നാടകത്തിലെ മുഖ്യ കഥാപാത്രത്തെ അരങ്ങിലെത്തിക്കുന്നത് അമൽജിത്താണ്. ദുരന്തത്തിൽ പൂർണ്ണമായി ഒലിച്ചുപോകാത്ത തൻ്റെയും നാടിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ് അമൽജിത്ത് പകർന്നാടുന്നതും. ഉരുൾപൊട്ടൽ ഞാൻ അനുഭവിച്ചതും കൂടിയാണ്. അതിലൂടെയാണ് ഈ നാടകം ഞാൻ അഭിനയിച്ച് ഇവിടെ വരെ എത്തിയത്. അങ്ങനെയാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. പിന്നെ എൻ്റെ 2 നായ്ക്കുട്ടികളുണ്ട്, ബ്ലാക്കും ബ്രൗണിയും. അവരൊക്കെ പോയി. പിന്നെ ഉരുൾപൊട്ടിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായി. വയനാടിൻ്റെ അതിജീവന ഇതിഹാസത്തിൽ നിന്നും ഒരേടാണ് അതിമനോഹരമായി ഈ കുട്ടികളിലൂടെ അരങ്ങിലെത്താൻ പോകുന്നത്. കണ്ണീർ നനവോടെയെങ്കിലും അതിൻ്റെ സന്തോഷത്തിലാണ് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉണ്ണിമാഷും കുട്ടികളും. കിട്ടിയ സ്നേഹത്തിന് തിരിച്ച് ഞങ്ങൾ ഉയർത്തെണീറ്റ് വരും എന്നുള്ളൊരു അവർക്ക് കൊടുക്കുന്നൊരു വാക്കാണ്. കാരണം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയണമല്ലോ ലോകം. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. തന്ന സ്നേഹത്തിനുള്ളൊരു മറുപടി സ്നേഹം ഞങ്ങൾ സമൂഹത്തിന് നൽകുകയാണ്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്. വിഖ്യാത കഥാകാരൻ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ നിന്നുമാണ് നാടകത്തിൻ്റെ കഥാബീജം. എന്നാൽ വെള്ളപ്പൊക്കത്തിലല്ല വെള്ളാർമലയുടെ നാടകം. അതെന്താണെന്നറിയാൻ നാളെ ഏവരും ടാഗോർ ഹാളിലെ നാടകവേദിയിലെത്തുകയേ നിർവാഹമുള്ളൂ. നമ്മൾ അതിജീവന കഥയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് നാടകം കണ്ട് പ്രോത്സാഹിപ്പിക്കുക. കാണണം, എല്ലാവരും കാണണം, ചർച്ച ചെയ്യപ്പെടണം. അതിജീവനമേ ജീവിതം അതിരതിരില്ലെന്നീ മാനസം, ചിറകുകൾ ഒരു മൈലൊരേ സ്വരത്തിൽ സൂര്യമുഖം തേടുന്നു. ചിറകുകൾ ഒരു മൈലൊരേ സ്വരത്തിൽ സൂര്യമുഖം തേടുന്നു. ഞങ്ങൾ ഉയർത്തെണീറ്റു വരുന്നു, ഞങ്ങൾ ഉയർത്തെണീറ്റു വരുന്നു. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം സുലേഖ ശശികുമാർ.